എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ തിന്നാനായിട്ട് നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇത് 2, 4, 6, 7 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ ഇത്ര ചുവന്നുള്ളി, ഒരു സവോള, പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുളകും പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മൂപ്പിക്കണം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ, വേറെ ഒന്നും വേണ്ട, നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് സവോളയും തക്കാളിയും നുറുക്കിയെടുക്കാം, എന്നിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടാം. അപ്പം നമ്മൾ ഇതൊക്കെ നുറുക്കിയെടുത്തു, സവോളയും തക്കാളിയും നുറുക്കിയെടുത്തു. ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി, അതിലേക്ക് ഇത് വാട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരണം. അങ്ങനെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇത്ര വാടിയാൽ മതി, നല്ലോണം വാടണ്ട. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മുളകും പൊടി, എരിവിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വന്ന പൊടിയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം. അപ്പോൾ പൊടി മൂത്ത് വന്നു. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടു. ഇനി അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലാക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തു. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ദോശയുടെ കൂടിയോ ഇഡ്ഡലിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇന്ന് ഞാനത് ദോശയുടെ കൂടെ നമ്മൾ ദോശയ്ക്കൊക്കെ മസാല ദോശയ്ക്കൊക്കെ ഉള്ളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇന്ന് ഞാൻ ദോശയുടെ കൂടിയാണ് അത് കഴിക്കുന്നത്. അപ്പം നമുക്ക് അരച്ച ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തി ദോശയും കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ട് ദോശ കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചമ്മന്തി.